നമ്മുടെ മനസ്സിലുള്ള കുട്ടി മഴുകയാണ്. ഞാനിവിടെ നിൽക്കുന്നത് ഒരു കാരിക്കേച്ചറിസ്റ്റ് ആയിട്ടാണ്. ഒരു ചിത്രകലയുടെ മറ്റൊരു ഭാവമാണ് കാരിക്കേച്ചർ. കാരിക്കേച്ചർ രീതിയിൽ ഞാൻ ഒരുപാട് രംഗാവതരണങ്ങൾ നടത്തിയിട്ടുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. എല്ലാവരെയും ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഇഷ്ടമുള്ളവരെയും രീതിയിലാണ് ഞാൻ എല്ലാവരെയും അവതരിപ്പിച്ചു. ആന വന്നപ്പോൾ എനിക്ക് ഞാൻ പാടി വളരെ പ്രശസ്തമായി പിന്നീട് എൻ്റെ മകൾ ഇന്ദുലേഖ ഏറ്റെടുത്തൊരു പാട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ ആ 4 പേരും പാടിക്കൊണ്ടായിരിക്കാം ആവാം എൻ്റെ ആശംസ. അവിടെ ആ ജനങ്ങൾക്കിടയിലുള്ള ആന വന്നു നിന്നപ്പോൾ എനിക്ക് തെക്കേ ഗോപുരനടയിലുള്ള ദൃശ്യങ്ങളും മറ്റു ക്ഷേത്രങ്ങൾ കാണുന്ന ദൃശ്യങ്ങളും ഇവിടെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ ഈ തെക്കേ നടയിൽ ആന വന്നപ്പോൾ തോന്നിയത്, അമ്പല ഗോപുരനടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, അമ്പല ഗോപുരനടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, മുമ്പ് മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ശീതാർബലമുണ്ടേ, വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ട്, വലിയൊരു വയറുണ്ടേ, കറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ 2 കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ 4 കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിൽ ഇത്തിരി പാണ്ടുണ്ടേ, കാലിൽ തൊടലുകിലുങ്ങുന്നുണ്ട്, വാലിളകുന്നുണ്ടേ, ആനക്കൊമ്പനെ ആകപ്പാടെ കാണാനഴകുണ്ടേ, ആനക്കൊമ്പനെ ആകപ്പാടെ കാണാനഴകുണ്ടേ, അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, കമ്പമെനിക്കുണ്ടേ, കമ്പമെനിക്കുണ്ടേ. ആന ചിത്രം വിളിച്ചപ്പോ കുട്ടികൾ നോക്കി. എല്ലാവരും ഓരോരുത്തരുടെ സ്വന്തം ആനയാണ് വരയ്ക്കുക. ലോകത്തെ ഏറ്റവും അത്ഭുതം ആനയാണ്, ഏറ്റവും ഇഷ്ടം ആനയാണ്. ഇനിയും ഗുരുവായൂർ ദേവസ്വത്തിൽ 36 ആന എന്നുള്ളത് വീണ്ടും പഴയതുപോലെ 65 ആനയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കുട്ടികൾക്ക് ഉണ്ടാവട്ടെ. ഏറ്റവും വലിയ എല്ലാം